ഞാൻ പോകും, എന്നെ പിടിച്ചാ കിട്ടിയല്ല. ഓക്കെ. അല്ല പക്ഷെ ഇപ്പൊ ഒരു ലെവലിൽ ചേട്ടൻ അത് ജഡ്ജായിട്ട് ഇരിക്കാനുള്ള യോഗ്യത ആയി. അതുകൊണ്ടാണ് അവര് അവിടെ പിടിച്ചിരുത്തിയേക്കുന്നത്, ഒരു കോമഡി ജഡ്ജ് ചെയ്യാൻ. ഇപ്പൊ വെറുതെ ഇരുന്ന് ചിരിക്കല്ല, ചേട്ടൻ പറയുന്നതിൽ ഭയങ്കര പോയിന്റ് ഉണ്ട്. ചേട്ടന് ചിരി വന്നാ ആ ചിരിക്കും കറക്റ്റ് ആയിട്ട്. ഓക്കെ. ഈ നമ്മള് കോമഡി പറയുമ്പോഴേ ശരിക്കും ഇപ്പൊ ഞാൻ സുരാജേട്ടന്റെ ഏതോ ഒരു പ്രോഗ്രാമിൽ ചേട്ടൻ സുരാജേട്ടന്റെ സീറ്റിൽ കയറി നിന്നിട്ട് പറയുന്നുണ്ട്, ചിരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും കോമഡി എന്ന് പറയുമ്പോ അങ്ങനെ തന്നെയല്ലേ, നമ്മൾ ചിരിപ്പിക്കുകയും വേണം പക്ഷെ അതേസമയം ചിന്തിപ്പിക്കുകയും വേണം. എന്തിനാ ചിരിച്ചെന്ന് ചിന്തിക്കണം. അതെ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഒരു കോമഡി പറയുമ്പോഴും അത് അപ്പുറത്തിരിക്കുന്ന അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യൂവേഴ്സിന് അല്ലെങ്കിൽ ഒരാളെ നമ്മൾ വിഷമിപ്പിക്കാത്ത രീതിയിലും കൂടെ വേണ്ട ആ കോമഡി ചെയ്യാൻ. തീർച്ചയായിട്ടും അതൊക്കെ ചേട്ടൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ മാക്സിമം ഈ സ്റ്റേജിൽ അശ്ലീലങ്ങൾ സംസാരിക്കുകയില്ല. കാര്യം ഇത് കുടുംബമായിട്ടിരുന്ന് കാണുന്ന പരിപാടിയാണ്. നമ്മുടെ ചാനലിലാണ് പരിപാടി അവതരിപ്പിക്കുക. ഞാൻ പറയും അങ്ങനെ എന്തെങ്കിലും സാധനം കൊണ്ടുവന്ന് ഞാൻ പറയും ഇത് വേണ്ടത് മാറ്റിക്കോളാൻ പറയും, ഓപ്പണായിട്ട് ഞാൻ പറയും. ഇതിപ്പം നമ്മുടെ ഇതിൻ്റെ അകത്ത് ബമ്പറിച്ചിരിക്കാത്ത തന്നെ ചിലവർ കൊണ്ട് ചെയ്യാറുണ്ട്. ഞാൻ ആദ്യം അവരോട് ആ സാധനം ഇവിടെ വേണ്ടെന്ന് പറയും. കാര്യം ഇതൊക്കെ കുഞ്ഞുങ്ങളും കുടുംബമൊക്കെ ഇരുന്ന് കാണുന്ന ഷോകളാണ്. അവർ ചിരിപ്പിക്കുക, അശ്ലീലം പറഞ്ഞിട്ടല്ല ചിരിപ്പിക്കേണ്ടത്. നല്ല നല്ല തമാശകൾ പറഞ്ഞ് ചിരിപ്പിക്കണം, അതല്ലേ നല്ലത്. വെരി ഗുഡ് തോട്ട്. ചേട്ടന്റെ മക്കളെയൊക്കെ ചേട്ടൻ ഈ മീഡിയ ഫീൽഡിലേക്ക് ഇറക്കുന്നില്ല എന്ന് ചേട്ടൻ പറയുന്നുണ്ടായിരുന്നല്ലോ അവരോട്. മക്കളെ ഫീൽഡിലേക്ക് ഇറക്കിയില്ല. കാര്യം അവർ പഠിച്ചവരെ അവരുടെ കാര്യങ്ങൾ നോക്കിയിടും. ഈ ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ രക്ഷപ്പെടണം, അല്ലെ ഇറങ്ങിയിട്ട് കഥയില്ല. ആണോ? ഞാനൊക്കെ ഏതോ വിധത്തിൽ ഇവിടം വരെ എത്തിയെന്നേ ഉള്ളൂ. അവരിറങ്ങിയാൽ അവർക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ അവർ രക്ഷപ്പെടണം. മമ്മൂക്കട മോനൊക്കെ സിനിമയിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ, ഫാസിൽക്കാട മോൻ വന്ന് രക്ഷപ്പെട്ടില്ലേ. അങ്ങനെ രക്ഷപ്പെടാനുള്ള കഴിവും മക്കൾക്കുണ്ടെങ്കിലേ നമ്മൾ ഇറക്കിവിടാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഇറക്കി വിട്ടിട്ട് കഥയില്ല. അവർക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ? പിള്ളേർക്ക് ആർക്കും ഇല്ല. ആർക്കും അതിനോടുള്ള താല്പര്യമൊന്നുമില്ല. അവർ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, ഭർത്താവിൻ്റെ കാര്യം നോക്കുക. പെൺമക്കൾ രണ്ടുപേരും അങ്ങനെയാണ്. ചെറുക്കനാണെങ്കിൽ വിദേശത്ത് എവിടെയെങ്കിലും ജോലി ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ്. സിനിമാ ഫീൽഡിലേക്ക് ഒരു പ്രാവശ്യം അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ ഒരു കഥ ഇരിപ്പുണ്ട് വാപ്പിന്നൊന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആദ്യം നീ അത് സ്വന്തമായിട്ടൊന്ന് വായിച്ചു നോക്കും, എന്നിട്ട് കൊള്ളാവുന്ന നോക്ക്, എന്നിട്ട് നീ എന്നെ കൊണ്ട് കാണിയിട്ട് എന്നിട്ട് ഞാൻ വായിച്ചു നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ നമുക്ക് ആർക്കെല്ലാം അടുത്ത് എന്തെങ്കിലും ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞു. അതോടുകൂടി അവൻ്റെ ആഗ്രഹം തീർന്നു. ചേട്ടൻ നിരാശപ്പെടുത്തി പാവം. അല്ലെന്നേ, ഞാൻ പറഞ്ഞില്ലേ, ഇറങ്ങിയാൽ ഒരേ സിനിമയുടെ സെറ്റിൽ ചെല്ലണം, ചില കാര്യങ്ങൾ കാണണം. കുറേ നാളുകളുടെ അലച്ചിലും ബുദ്ധിമുട്ടുമായിട്ട് ഓരോ സ്ക്രിപ്റ്റും ഒക്കെ എഴുതിയിട്ട് വന്നിട്ട് പാവങ്ങൾ നിരാശപ്പെട്ടു പോകുന്നുണ്ട് രക്ഷപ്പെടാതെ. അങ്ങനെ എത്രയോ പേരുണ്ടെന്നറിയോ, ഒരു പണിക്കും പോകത്തില്ല. സിനിമ 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 എന്നും പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങി നടക്കുക. ചില സ്ഥലത്തൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ കാണാറില്ലേ, അവരൊക്കെ എന്തോരം കഷ്ടപ്പെട്ടിട്ട് വരുന്നതെന്നറിയോ. ചിലവർ അതിൽ നിന്ന് വിരലുണ്ടാവുന്നവർ രക്ഷപ്പെടും, അല്ലാത്തവരെല്ലാം ഈ സെയിം സാധനം തന്നെ ചെയ്തുകൊണ്ട് കിടക്കും. അവർ രക്ഷപ്പെടണം. രക്ഷപ്പെടാനുള്ള ടാലൻ്റ് ഉണ്ടെങ്കിൽ അവർ രക്ഷപ്പെട്ടിരിക്കുക. ഇനിയിപ്പോൾ എൻ്റെ സപ്പോർട്ടിങ്ങൊന്നും വേണമെന്നൊന്നുമില്ല. അവനവൻ്റെ കെയറിൽ ഇറങ്ങിത്തിരിച്ചാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും കൂടെ ആ കൂടെ നടക്കണം. ഓക്കെ. ചേട്ടൻ ഇപ്പൊ എന്തായാലും ഇത്രയും സംസാരിച്ചിട്ട് ചേട്ടൻ ഉമ്മാനെ പറ്റി ചോദിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഏറ്റവും കൂടുതൽ ചേട്ടൻ ഇതുപോലെ അവൻ ആഗ്രഹിച്ചത് ഉമ്മയാണെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ. ഉമ്മയ്ക്കൊക്കെ സുഖമാണോ? ഉമ്മ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം നിങ്ങളിന്ന് വന്ന ദിവസം ഒരു നല്ല ദിവസമല്ലായിരുന്നു ഇൻ്റർവ്യൂവിന് വന്നത്. അല്ലെങ്കിൽ ഉമ്മയെ കാണാമായിരുന്നു, വൈഫിനെ കാണാമായിരുന്നു, മക്കളെ കാണാമായിരുന്നു. ഇന്നൊരു കല്യാണം നടക്കുന്ന ദിവസമാണ്. ഞാനും അവിടെ പോയി ഇരിക്കേണ്ടതാണ്. അപ്പം അവിടെ ഇപ്പം എന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കാതിരുന്നില്ല, വാ വാ വാന്നും പറഞ്ഞിട്ട്. അപ്പം ആ ഒരു ദിവസം വന്നുകൊണ്ട് അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് പരിചയപ്പെടാറുണ്ട്. ഓക്കെ. ഒരൊറ്റ ചോദ്യം കൂടെ. ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ ഭിക്ഷ എടുത്തിട്ട് വരെ ജോലി ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ ആ ഭിക്ഷ എടുത്ത സംഭവം ചേട്ടൻ്റെ ഉമ്മാക്ക് അറിയോ? അറിയാമല്ലോ. അതന്ന് ഭിക്ഷ എന്നല്ല അതിന് പറയുന്നത്, അതിന് കപ്പയ്ക്ക് പോവാന്നാണ് പറയുന്നത്. ഒരു കൊട്ടയൊക്കെ ആയിട്ട് നമ്മൾ വീടുകളിൽ പോയിട്ട് കപ്പ, ഉണക്ക കപ്പയൊക്കെ ഉള്ള സമയം അന്നേരമൊക്കെ. പക്ഷെ അത് ഭിക്ഷയാണ്, ഒരു വിധത്തിൽ പറഞ്ഞാൽ ഭിക്ഷയാണ്. അങ്ങനെ പോയി അവിടെ ഞാനത് അങ്ങനെ പറഞ്ഞത് ചേട്ടൻ ഇന്റർവ്യൂസിൽ അങ്ങനെ ഒരു വേർഡ് യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. കുഴപ്പമില്ല, എനിക്കിത് പറയുന്നതിന് യാതൊരു നാണവും ഇല്ല. ഞാൻ പോയിട്ടുണ്ട് വീടുകളിൽ പോയിട്ട്, അമ്മച്ചീന്ന് വിളിച്ചിട്ട് അവരെന്തെങ്കിലും കൊണ്ടുതരും. ചില വീടുകളിൽ നിന്നായിരിക്കും ആഹാരങ്ങൾ കിട്ടുന്നത്. അതേപോലെ ആണുങ്ങളുടെ ഹോസ്റ്റൽ, പെണ്ണുങ്ങളുടെ ഹോസ്റ്റൽ, ഇവിടെ മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ, അവിടെ നിന്ന് പോയി അവിടെ നിന്ന് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കും. വൈകുന്നേരം വരുമ്പോൾ കുറച്ച് അരി, കുറച്ച് കപ്പ, കുറച്ച് ചില്ലറ പൈസ എല്ലാം കൂടെ കാണും. അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അന്നത്തെ ദിവസം ഞങ്ങളത് വെച്ച് കഴിയും. അതിനെന്താ പറയുന്നതിനാണോ? അല്ല, ഞാൻ ചോദിച്ചതാണ്. എത്രയൊക്കെ വന്നാലും ഒരു ഉമ്മക്ക് അത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വിഷമിച്ചിട്ട് കഥയില്ല. കാര്യം ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. അത് ഭിക്ഷ ഒരു വലിയ മോശമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്ത് തൊഴിലും അതിൻ്റെതായ ഒരു മാന്യതയുണ്ട്. കക്കാതിരിക്കുക, മൂട്ടിക്കാതിരിക്കുക, പിടിച്ചു പറിക്കാതിരിക്കുക, അതാണ് ഏറ്റവും കൂടുതലുണ്ട്.
ജീവിക്കാനായിട്ട് എന്ത് തൊഴിൽ വേണം ചെയ്യാം. പക്ഷെ ആ ചെയ്യുന്ന തൊഴിൽ പറയാനായിട്ടുള്ള മനസ്സുണ്ടാകണം മനുഷ്യന്. അതില്ലാത്തവർ മനുഷ്യന്മാരല്ല. ഞങ്ങളൊക്കെ പണ്ട് പരിപാടിക്ക് പോകുമ്പോഴത്തേക്കും മൈലുകളോളം നടന്നാണ് കാണാൻ പോകുന്നതും കേൾക്കാൻ പോകുന്നതൊക്കെ. ആ കേട്ട് അത് കണ്ട് പഠിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ നോക്കുമോ പറ്റുമോ നോക്കി അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇവിടം വരെയൊക്കെ നമ്മൾ എത്തിപ്പെടുന്നത്. അപ്പോൾ അതൊരു വലിയ കുറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല, തീർച്ചയായിട്ടും. എന്നോട് പലരും ചോദിക്കാൻ എന്തിനാ അതൊക്കെ ഇപ്പോൾ പറയുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത കാര്യമില്ലേ, പിന്നെ എന്തിനാണ് അതിന് നാണിക്കുന്നത്. അങ്ങനെ എന്നോട് പല റിലേഷനൊക്കെ ചോദിക്കാറുണ്ട്, എന്തിനാ ഇത് പറയുന്നത്. മീൻ കച്ചവടത്തിന് പോയത്, ലോട്ടറി വിൽക്കാൻ പോയത്, സായന പേപ്പർ വിൽക്കാൻ പോയത്, ഹോട്ടൽ സപ്ലയറിന് പോയത്, ആക്രി പെറുക്കാൻ പോയത്, ഇതൊക്കെ ഞാൻ ഇൻ്റർവ്യൂവിന് പറഞ്ഞു.